എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ പ്രചാരണത്തെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഓരോ തെരഞ്ഞെടുപ്പ് അജണ്ടകൾ സെറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇക്കുറി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ അത്യാവശ്യം ശക്തമായ ഒരു അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് UDF ആണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ BJPയും CPM തമ്മിൽ ഡീലുണ്ട് എന്നാണ് VD സതീശൻ തുടക്കം മുതൽ ആരോപിക്കുന്നത്. 10 സീറ്റ് ഏതൊക്കെയാണെന്ന് VD സതീശൻ പറയുന്നില്ല എങ്കിൽ കൂടിയും പാലക്കാട്, റാന്നി, കോന്നി എന്നീ 3 സീറ്റുകളിൽ കാര്യമായ ഡീലുണ്ട് എന്ന് തറപ്പിച്ചു പറയുന്നു VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. അപ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ട്, അങ്ങനെയല്ല, കേരളത്തിൽ ശരിക്കും BJP കോൺഗ്രസ് ഡീലാണുള്ളത് എന്ന് ഇപ്പോൾ EN സുരേഷ് ബാബു പാലക്കാട് ജില്ലാ സെക്രട്ടറി അടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡീലിൽ തട്ടിയാണ് തുടക്കത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തിന് ചൂടുപിടിക്കുന്നത്. അങ്ങനെ ഒരു ഡീൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമാണോ? എങ്ങനെയെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ജിമ്മി ചേട്ടാ, അങ്ങനെ ഒരു CPM BJP ഡീൽ ഇപ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ചിത്രം നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒന്ന് സാധ്യമാണോ? ഇനിയിപ്പോൾ സാധ്യമായാൽ തന്നെ അത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ എങ്ങനെ മാറ്റിമറിക്കും? ഈ BJPയും CPMും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും രഹസ്യമായി സംസാരിച്ചോ, അവരെന്തെങ്കിലും ഇന്ന സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറിയോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള തെളിവുകൾ വരാതെ അങ്ങനെ നടന്നു എന്ന് ഉറപ്പിച്ച് പറയാനൊന്നും സാധ്യതയൊന്നുമില്ല. പക്ഷേ സാമാന്യ യുക്തിയിൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. BJP ഈ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനം പിടിച്ചെടുക്കാനല്ല ഇലക്ഷൻ മത്സരിക്കുന്നത്. 4 മുതൽ 10 വരെ സീറ്റുകൾ ആണ് അവരുടെ കണക്കിലുള്ള സീറ്റുകൾ തന്നെ. 1-2 ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എന്തായാലും BJP 10 സീറ്റിൽ താഴെയാണ് അവരുടെ കോൺസെൻട്രേഷൻ. ബാക്കി സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചാലും അവരെ സംബന്ധിച്ചുള്ള ഒരു വിഷയമല്ല. അവരുടെ ഘടകകക്ഷികളായ BDJSO അവരുടെ പുതിയ ഘടകകക്ഷിയായ 2020യോ ഒരു സീറ്റെങ്കിലും പിടിക്കുമെന്ന് അവർ തന്നെ വിചാരിക്കുന്നില്ല, BJP വിചാരിക്കുന്നില്ല, നമ്മളും വിചാരിക്കുന്നില്ല. അത്രയും വ്യക്തമല്ലേ? അപ്പോൾ BJPയുടെ ലോങ് ടേം പ്ലാൻ അനുസരിച്ചും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താ പരിപാടി? ബാക്കിയുള്ള സീറ്റുകൾ ആര് ജയിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഒരു തവണ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് കുറച്ചുകൂടെ ദുർബലമാകുകയും ആ സീറ്റ് അതും കൂടെ നമുക്ക് വരികയൊക്കെ ചെയ്യുന്നതല്ലേ സ്വാഭാവികമായി ആലോചിക്കുക. അങ്ങനെ വരുമ്പോൾ BJP എന്താണ് ചെയ്യുക? അത് തന്നെ BJP ചെയ്തു. ബാക്കി സ്ഥലങ്ങളിലൊന്നും പരമാവധി ദുർബലരായ സ്ഥാനാർത്ഥികൾ അതല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികൾക്ക് കൊടുത്തു. ഒരു പ്രധാനപ്പെട്ട കാര്യം, BJP പഴയ പോലെ ആളില്ല പാർട്ടിയൊന്നുമല്ല. BJPക്ക് എല്ലാ മണ്ഡലത്തിലും 140 മണ്ഡലങ്ങളിലും വേണമെങ്കിൽ സ്ഥാനാർത്ഥി നിർത്താൻ പറ്റും. ഒരു 10-100 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ പോരാട്ടം നടത്താൻ പറ്റും. എന്ന് മാത്രമല്ല, ഈ മത്സരിക്കുന്ന കക്ഷികളുണ്ടല്ലോ, BJPയുടെ നേതാക്കൾ, അവരവരുടെ വോട്ട് ജയിക്കില്ലെങ്കിലും അവരവരുടെ വോട്ട് കൂട്ടാനായിട്ടാണ് മത്സരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഡീൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആഗ്രഹം BJPക്ക് ഉണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ചെയ്യുന്ന എന്താ? BJP സ്ഥാനാർത്ഥികൾക്ക് പകരം മറ്റ് സ്ഥാനാർത്ഥികളെ കൊടുക്കുക. ഇപ്പോൾ റാന്നി, കോന്നി, പാലക്കാട് അവിടെ നിൽക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എറണാകുളം ജില്ലയിൽ നമ്മുടെ അവർ ജയിച്ച ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ എറണാകുളത്ത്, തൃപ്പൂണിത്തുറ ഒരു മുനിസിപ്പാലിറ്റി ജയിച്ചതാണ്. ആ മണ്ഡലം 2020ക്കാണ് കൊടുത്തിരിക്കുന്നത്. 2020ക്ക് എവിടെ ആള്? ഇപ്പോൾ ഏറ്റുമാനൂർ 2020ക്കാണ് കൊടുത്തിരിക്കുന്നത്. റാന്നി, കോന്നിയിൽ വൻ വോട്ടുകൾ BJP ഒരു കാലത്ത് നേടിയതാണ്. അപ്പോൾ ഇതൊന്നും ജയിക്കാൻ സാധ്യതയില്ലെന്ന് BJPക്ക് അറിയാമെങ്കിൽ BJP ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അത് 2020ക്ക് പോകും. സ്വാഭാവികമായും 2020 കാര്യമായി BJPയുടെ വോട്ട് പിടിക്കില്ല. ഈ BJPയുടെ വോട്ട് എങ്ങോട്ടാണ് പോവുക? BJPയുടെ വോട്ട് എങ്ങോട്ടാണ് പോകുക എന്നുള്ളതിന് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമുദായിക ധ്രുവീകരണം വ്യക്തമാണ്. ആ പണി CPM നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ട്. CPM വളരെ ശക്തമായ മുസ്ലിം വിരുദ്ധത പറയുകയും ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറഞ്ഞ് വലിയ ഹാളിളുകയും ചെയ്ത് ആ പണി CPM കൃത്യമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPM ഒരുക്കി വെച്ച നറേറ്റീവിലേക്ക് BJP ഒരു കാൻഡിഡേറ്റിനെ പിൻവലിച്ചു കൊടുത്താൽ മതി. ബാക്കി പണി BJPക്കാരും BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന BJPയുടെ വോട്ടുകളും അതാത് മണ്ഡലങ്ങളിൽ ചെയ്തോളൂ. എന്ന് വെച്ചാൽ ഒരു തവണ കൂടി CPMനെ അധികാരത്തിലെത്തുക എന്നതിനേക്കാൾ കോൺഗ്രസിനെ ഒരു തവണ കൂടി പരാജയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ പരിപാടി അവരുടെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പണ്ടത്തെ പോലെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് വോട്ട് മറിക്കാൻ പറ്റില്ല. BJP ചെയ്തിട്ടുണ്ട്. BJPയുടെ നേതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ്സുമായിട്ടുള്ള ഡീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റ് പാർട്ടികളുമായിട്ടുള്ള ഡീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി നടക്കില്ല. കാരണം BJP കുറച്ചുകൂടെ വലിയ പാർട്ടിയായി. അപ്പോൾ അതാണ് കൃത്യമായി ചെയ്തത്. അതിന് യാതൊരു സംശയവുമില്ല. ഇനി SDPIയെ കുറിച്ച് പറയുന്നു. SDPI മഞ്ചേശ്വരത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് അവർക്ക് എവിടുന്നോ കിട്ടിയ സ്ഥാനാർത്ഥിയൊന്നുമില്ല. അവരുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ആ സ്ഥാനാർത്ഥി ഒന്ന് മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ശരിക്കുള്ള തിരഞ്ഞെടുപ്പ് പേര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ പേരും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേരും അഷ്റഫ്. ഇതും ഒരു അഷ്റഫാണ് ശരിക്കുള്ള. അതായത് മറ്റേ അതെ. അപ്പോൾ ആ അഷ്റഫ് ആ പേര് വെച്ചിരിക്കുന്നത് തന്നെ വോട്ട് വേണമെങ്കിൽ പറഞ്ഞോട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇത് ഈ SDPയുടെ കാര്യത്തിലൊന്നും അതിനെ അത്ര ലളിതമായി കണ്ടുകൂടാ.
കേരളത്തിൻ്റെ പുതിയ സാഹചര്യത്തിൽ ഓരോ ചെറിയ പാർട്ടികളും എന്താണ് ചെയ്യാൻ ശ്രമിക്കുക? ഇപ്പോൾ എസ് ഡി പി ഐയുടെ രാഷ്ട്രീയ അസ്തിത്വം തെളിയിക്കാനാണ് ശ്രമിക്കുക. ഞങ്ങൾക്ക് ജയിക്കാനായില്ലെങ്കിൽ ഞങ്ങൾക്ക് തോൽപ്പിക്കാനും പറ്റും എന്ന് തെളിയിക്കാനല്ലേ ശ്രമിക്കുക. ഇപ്പോൾ പൈകവിള പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് കാസർഗോഡുള്ളൊരു പഞ്ചായത്തിൽ വലിയ വാർത്ത വന്നതാണ്. BJPക്ക് വേണ്ടി മുസ്ലിം ലീഗ് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ വലിയ വാർത്ത വന്നതാണ്. അവിടെ തന്നെയാണ് 2020 അവർക്ക് അവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. ആ മെമ്പറെ ഇത്തവണ തോറ്റു. അത് ലീഗും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് BJP എല്ലാവരും കൂടെ ചേർന്ന് തോൽപ്പിച്ചതാണ് എന്നൊരു ആരോപണം SDPIക്കുണ്ട്. അപ്പോൾ SDPI വേഴ്സസ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ പാർട്ടികൾ അവരുടെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസി നിൽക്കുന്ന അവരുടെ തന്നെ വോട്ട് ബാങ്കിൽ നിൽക്കുന്ന വേറൊരു വലിയ പാർട്ടിയുമായുള്ള യുദ്ധവും ഉണ്ട്. SDPIക്ക് എന്താ ഇത്ര ഇപ്പം ലീഗിനെ അധികാരത്തിൽ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാൻ? ഇതൊന്നും കിട്ടാനില്ല. അപ്പോൾ വലിയ രാഷ്ട്രീയമൊക്കെ പറയുമായിരിക്കും, പക്ഷേ ഈ സാഹചര്യത്തിൽ ആ ലീഗ് അങ്ങ് തോറ്റോട്ടെ എന്ന് SDPI വിചാരിച്ചിട്ടുണ്ടാവാം. കാരണം മഞ്ചേശ്വരത്ത് കഴിഞ്ഞ വർഷം SDPIക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, ഇത്തവണ സ്ഥാനാർത്ഥിയുണ്ട്. അതിന് പറയുന്ന ഒരു കാരണം മഞ്ചേശ്വരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ അംഗത്തെ തോൽപ്പിക്കുക, പഞ്ചായത്തിൽ BJP സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കാണ് BJP അംഗത്തിന് വേണ്ടിയിട്ട് ഇവർ മാറിക്കൊടുക്കുകയോ തിരിഞ്ഞു കൊടുക്കുകയോ ചെയ്യുക, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. SDPI അങ്ങനെ ഓരോ കാലത്തും ഓരോ തന്ത്രങ്ങളും ചെയ്തിട്ടുണ്ടാണ്. നിങ്ങൾ പത്തനംതിട്ട എടുത്ത് നോക്കൂ. പത്തനംതിട്ട കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തോട് ചേർന്ന് ഭരിച്ച ഒരു പഞ്ചായത്തുണ്ട്. ഇത്തവണ അതിന് തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തിൽ കോൺഗ്രസിന് അവർ വോട്ട് ചെയ്തു. അവസാനം കോൺഗ്രസിൽ അംഗങ്ങളോട് രാജിവെക്കാൻ പറഞ്ഞവർ രാജിവെച്ചില്ല. അത് തൃശ്ശൂർ, പത്തനംതിട്ടയിൽ രാജിവെച്ചു, തൃശ്ശൂരിൽ രാജിവെച്ചില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം BJPയുടെ പ്ലാൻ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാനുള്ള പരിപാടിയാണ്. ആ ഓപ്പറേഷൻ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. SDP പോലുള്ള ചെറിയ പാർട്ടികൾക്ക് അവരുടെ രാഷ്ട്രീയ അസ്തിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. ആ അവസരം അവർ വൃത്തിയായി ഉപയോഗിക്കും. അത് ആരെയാണോ തോൽപ്പിക്കേണ്ടത് അതനുസരിച്ച് അവർ ചെയ്യുന്നുണ്ടാവും. ഇതിനൊക്കെ ഒരു CPM ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ CPM ബന്ധത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. CPMന് ആവശ്യമുള്ളത് കിട്ടാനും CPMന് ആവശ്യമുള്ളത് കൊടുക്കാനും ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായ സഹകരണ സംഘങ്ങൾ ഉണ്ടാകുന്നത് BJPക്ക് CPM വോട്ട് ചെയ്യണമെന്നില്ലെന്നേ ഈ തെരഞ്ഞെടുപ്പിൽ. അതല്ല BJPക്ക് വേണ്ടത്. ആ ഫൈറ്റ് BJP വേറെ നടത്തിക്കോളും, വേറെ ഒരുപാട് സ്ഥലം നടത്തിക്കോളും. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുക എന്നുള്ളതാണ് BJPയുടെ ആഗ്രഹം. അതുതന്നെയാണ് CPMൻ്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ ഒരു ഡീലിൻ്റെ കാര്യമില്ലല്ലോ. പകരം കിട്ടിയാൽ നല്ലത്. അങ്ങനെ എന്തെങ്കിലും തെളിവ് വന്നാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അങ്ങനെ സംസാരിച്ചില്ലെങ്കിലും അങ്ങനെ യാതൊരു വിധത്തിലുള്ള സംഭാഷണം ഉണ്ടായില്ലെങ്കിലും സ്വാഭാവികമായും BJP എന്ത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചോ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അത്യാവശ്യം കൊള്ളാവുന്ന വോട്ടുള്ള പല മണ്ഡലങ്ങളിലും വളരെ ടാക്റ്റിക്കലായി അവരവരുടെ സ്ഥാനാർത്ഥിയെ പിന്മാറ്റിയിരിക്കുന്നു. അത് CPMന് ജയിക്കാനൊരു സാഹചര്യമായി മാറുകയാണ്. 99% സ്ഥലങ്ങളിലും. ചില സ്ഥലങ്ങളിൽ തിരിച്ചും വരാം. ഇപ്പോൾ BJP മാറിയതുകൊണ്ട് ചിലപ്പോൾ വോട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടും വരാം. അങ്ങനെയുമുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പ്രശ്നം എന്താ? ഒന്ന്, അവരുടെ ശക്തി മുഴുവൻ അവരുടെ മണ്ഡലങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക, 10-ൽ താഴെ മണ്ഡലങ്ങളിൽ. മറ്റടുത്ത് കേരളത്തിൽ മൊത്തമാണെങ്കിൽ എന്തുകൊണ്ടും കോൺഗ്രസ് ഒരു തവണ കൂടെ അധികാരത്തിൽ വരാതിരിക്കലാണ്. 2 തവണ അധികാരത്തിലില്ലാത്ത പാർട്ടി, അധികാര പട്ടികയിലുള്ള പാർട്ടി അടുത്ത തവണ ഇല്ലാതിരിക്കലാണ് നല്ലത്. അതല്ലേ വേണ്ടത്. കൃത്യമായി അവരത് ഓപ്പറേറ്റ് ചെയ്യുന്നു. ജിംസ്, ഇപ്പോൾ ഈ കോന്നി BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയുള്ള B ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ്. ഇപ്പോൾ BDJS അത് ആവശ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിവരങ്ങളില്ല. പക്ഷേ ആവശ്യപ്പെടാതെ തന്നെ കോന്നി കൊടുക്കുന്നു. റാന്നി ഇപ്പോൾ ശബരിമലയ്ക്ക് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള റാന്നി എടുത്ത് 2020ക്ക് കൊടുക്കുന്നു. അപ്പം ഇങ്ങനൊരു ഇൻറ്റേർണൽ ഡീൽ അതുണ്ടാക്കിയാൽ തന്നെ പ്രവർത്തകർ, ഇപ്പം CPMൻ്റെ കോറായിട്ടുള്ള പ്രവർത്തകരൊക്കെ ആ ഡീലിന് സപ്പോർട്ട് ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ഈ പറയുന്ന ഡീൽ എന്ന പേരിലുള്ള ഈ തെരഞ്ഞെടുപ്പ് അജണ്ടയില്ലേ, ഈ അജണ്ട യഥാർത്ഥത്തിൽ ഇവർ ആലോചിച്ച് തീരുമാനിച്ച് ഈ ഇലക്ഷനിൽ നമുക്ക് അങ്ങ് പ്രയോഗിച്ച് കളയാം എന്ന് തീരുമാനിച്ചുണ്ടാക്കിയ ഒരു അജണ്ടയല്ല. ഇത് വീണെടുത്ത് കിടന്ന ഉരുളുവാണ് രണ്ടും, LDFും UDFും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ BJP ഒരു ഭീഷണിയായി ഏത് മുന്നണിക്കാണ് ഇപ്പോൾ തോന്നുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. BJPയെ ചെറുക്കേണ്ടതുണ്ട്. BJPക്ക് ഒരു സീറ്റ് പോലും ഇവിടെ കൊടുക്കേണ്ടതില്ല. 2021 അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്താണ്, ഇവിടെ തുറന്ന അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. അത് പൂട്ടിച്ചു. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞു, പൂട്ടിച്ചു. അത് എന്താണ്? അത് CPMൻ്റെ ഒരു ലക്ഷ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ലക്ഷ്യമാണ് ഇത് പൂട്ടിക്കുമെന്നുള്ളത്. ഇപ്പോൾ ഇന്ന് BJPക്ക് അങ്ങനെ അക്കൗണ്ടില്ല, പൂട്ടിക്കാൻ അക്കൗണ്ടില്ല. പക്ഷെ ഞങ്ങൾ അക്കൗണ്ട് തുറപ്പിക്കില്ല എന്ന് അതിശക്തമായി പിണറായി വിജയനോ VD സതീശനോ പറയുന്നുണ്ടോ? എന്തുകൊണ്ട് പറയുന്നില്ല? അതായത് അവർക്ക് ഉറപ്പില്ല ഞങ്ങൾക്ക് പൂട്ടിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അക്കൗണ്ട് തുറപ്പിക്കാൻ കഴിയുമെന്നോ UDFനോ LDFനോ ആത്മവിശ്വാസമില്ല. ചിലപ്പോൾ ജയിച്ചേക്കാമെന്നാണ്. അതിൻ്റെ അങ്ങനെ ജയിച്ചേക്കാമെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് ഈ 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. അങ്ങനെ ജയിച്ചേക്കാം, പാലക്കാട് ജയിച്ചേക്കാം, അല്ലെങ്കിൽ നേമത്ത് ജയിച്ചേക്കാം എന്നൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന ഇവരുടെ സ്ഥാനാർത്ഥി. ഇവരതിനെ
എന്താണ് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഞാനിതിന് ഡീൽ എന്നല്ല പറയുക, ഇതങ്ങനെ ഡീൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നേരത്തെ ജിമ്മി വിശദീകരിച്ചതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. CPM-നെ സംബന്ധിച്ച് അവർക്ക് തുടർഭരണം വേണമെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യണം? കോൺഗ്രസ് തോൽക്കണം. അപ്പോൾ ഒരേ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള രണ്ട് പാർട്ടികൾ CPM-ഉം BJP-യും ഉണ്ട്. അതിന് നമ്മൾ ഡീൽ എന്ന് ആരോപിക്കേണ്ട ആവശ്യമില്ല. അവർ പരസ്യമായി പറയുന്ന കാര്യം തന്നെയാണത്. അതിന് ഡീലാക്കുന്നത് എന്തിനാണ്? രണ്ടുപേർക്കും കോമൺ ഇൻട്രസ്റ്റ് ആണ്. ആ കോമൺ ഇൻട്രസ്റ്റ് വെച്ച് അവർ പ്രവർത്തിക്കുന്നതിന് ഡീൽ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഞാനിവിടെ വേറൊരു ഫാക്ടർ RSS-നെ കുറിച്ചാണ്. ഇപ്പോൾ എന്തുകൊണ്ട് 2022 സ്ഥാനാർത്ഥി NDA എന്ന മുന്നണി ദുർബലമാവുന്നു, BJP എന്ന പാർട്ടി ശക്തമാവുന്നതുകൊണ്ടാണ്. NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് കേരളത്തിൽ BJP സ്ഥാനാർത്ഥി എന്ന് പറയാം. കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത അതിനാണ്. ഈ NDAയുടെ പരസ്യ ബോർഡുകൾ ശ്രദ്ധിച്ചു നോക്കുക. NDAയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല അതിൽ പറയുന്നത്. BJP NDA എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. കേരളത്തിൽ മുഴുവൻ ആ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനാണ് BJP ചേർക്കുന്നതെന്നറിയോ? NDA എന്ന മുന്നണിയേക്കാൾ കേരളത്തിൽ സ്ട്രോങ് ആയിട്ടുള്ളത് BJP എന്ന പാർട്ടിയാണ്. NDAക്ക് വോട്ട് കിട്ടില്ല, കിട്ടുന്നത് BJPക്കാണ്. അവിടെയാണ് 2020-യും BDJS ഒക്കെ പരാജയപ്പെട്ടു വന്നു. BDJSനോ 2020-ക്കോ അങ്ങനെയുള്ള പാർട്ടികൾക്കോ NDAയിലെ ഘടകകക്ഷികൾക്കോ ആകർഷിക്കാൻ കഴിയാത്ത വോട്ടുകൾ BJPക്ക് ഒറ്റയ്ക്ക് ആകർഷിക്കാൻ കഴിയും. അവിടെ BJP തങ്ങളുടെ സീറ്റുകൾ, തങ്ങളുടെ B ക്ലാസ് മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്ന സീറ്റുകൾ എടുത്ത് വെറുതെ കൊടുക്കുകയാണ്. 2020-ക്കോ BDJSനോ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഇങ്ങനെ 140 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥി നിർത്തി പണം ചെലവഴിക്കുന്നതിന് അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യമില്ല. അദ്ദേഹം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം സ്വീകരിച്ചില്ലേയും കണ്ടോ? നിലമ്പൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥി വേണോ വേണ്ടേ എന്നാണ് ആദ്യം ചിന്തിച്ചത്. പിന്നെ ആരെയോ കൊണ്ട് നിർത്തി, ജോസഫ് വിഭാഗത്തിൽ നിന്ന് മറ്റോ പഴയ കേരള കോൺഗ്രസ്സുകാരനെ വിളിച്ച് നിർത്തുകയാണ് ചെയ്തത്. കാരണം വെറുതെ പണവും അധ്വാനവും ചെലവഴിക്കേണ്ടതില്ല ജയിക്കാത്തവർത്തെന്നാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. ആ ലൈനിൻ്റെ പിന്നിലെ ഫിലോസഫി എന്താണെന്ന് നമുക്കറിയില്ല. കാരണം BJPയെ സംബന്ധിച്ച് BJPക്ക് ഓരോ മണ്ഡലങ്ങളിൽ വോട്ട് കൂട്ടണം എന്നാണ് ആഗ്രഹിക്കുക. ഓരോ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നവർ വോട്ട് കൂട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവർ വോട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിനെക്കുറിച്ച് തന്നെ പലതരം ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്. 10-20 പേജുള്ള ഊഹാപോഹങ്ങൾ നമുക്ക് തന്നെ പറയാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണ്? വളരെ ഏലിയനായിട്ടുള്ള, കേരളത്തെ സംബന്ധിച്ച് ഏലിയനായിട്ടുള്ള ഒരാളെ, കാരണം കേരളത്തിൽ ധാരാളം സീനിയർ നേതാക്കൾ BJPക്കുണ്ട്. കേരളത്തിലെ മണ്ണിൽ പണിയെടുത്ത് രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന, കാര്യമായി വർഗീയത പറയാത്ത ഒരുപാട് നേതാക്കൾ BJPക്കകത്തുണ്ട്. എന്നിട്ടും എന്തിനാണ് ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതെന്നുള്ളതിനെക്കുറിച്ച് പലതരം സിദ്ധാന്തങ്ങളുണ്ട്. അതിലൊരു സിദ്ധാന്തം ഈ 2026 ഇലക്ഷനാണെന്ന് പറയുന്നവരുണ്ട്. 2026 ഇലക്ഷനിൽ എന്ത് ചെയ്യണം? BJP കുറച്ച് ദുർബലമാവണം, ഒരുപാട് വലിയ ഫൈറ്റ് നടത്തരുത്, ആ വോട്ട്, അതായത് ഒരുപാട് വോട്ട് പിടിച്ചെടുക്കരുത്, പകരം ആ വോട്ട് വേറെ ഏത് മുന്നണിയിലേക്ക് പോകണമെന്ന് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കൂടെ നിർത്തിയണമെന്ന് പറയുന്നവരുണ്ട്. ഇനി അത് ഡീലാണോ, അത് RSSൻ്റെ പ്ലാനാണോ, BJP കേന്ദ്രത്തിൻ്റെ പ്ലാനൊക്കെ വിടുക. ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ രണ്ട് മുന്നണികളും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി തന്നെ നോക്കുക. ഇപ്പോൾ പാലക്കാടാണ് കോൺഗ്രസ് BJP ഡീലിന് കാരണമായിട്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ, CPM ഉൾപ്പെടെ ആരോപിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ഫയർ ബ്രാൻഡ് നേതാവ് പാലക്കാട് മത്സരിക്കുകയാണ്. ഏത് സീറ്റിൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് അദ്ദേഹം രാജിവെക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, MLA സ്ഥാനം രാജിവെച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ കഴിയില്ല. അങ്ങനൊരു സിറ്റുവേഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതെന്തുകൊണ്ടാണ്? അതിശക്തമായി BJP വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. അതിശക്തമായി BJPക്കെതിരെ ആഞ്ഞടിച്ചാണ് അദ്ദേഹം ജയിച്ചത്, ആണല്ലോ. അങ്ങനെ രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ട ഒരു മണ്ഡലത്തിൽ രമേഷ് പിഷാരടി ആണോ അതിന് പറ്റിയ സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ട് രമേഷ് പിഷാരടി എന്ന് ചോദിക്കുമ്പോൾ രമേഷ് പിഷാരടി ആരുടെ നോമിനി ആയിരിക്കും? അവിടെ മുമ്പ് രാഷ്ട്രീയം പറയാതെ, കാര്യമായി രാഷ്ട്രീയം പറയാതെ ജയിച്ചിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ രാഷ്ട്രീയം പറയാതെ ജനങ്ങളെ കയ്യിലെടുത്ത് വോട്ട് നേടുന്ന ആളാണ്. അതേ രീതിയിൽ രമേഷ് പിഷാരടിക്ക് അവിടെ വോട്ട് നേടാൻ കഴിയുന്നു ഷാഫി ചിന്തിക്കുന്നു. അവിടെ ജയിപ്പിക്കാം എന്ന ആത്മവിശ്വാസമായിരിക്കുമല്ലോ അത്. പക്ഷേ ഇക്കുറി അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രാഷ്ട്രീയം പറയാതെ പാലക്കാട് ജയിക്കാൻ പറ്റില്ല എന്ന് തെളിയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അവിടെ ജയിച്ചത്. രമേഷ് പിഷാരടിക്ക് അത് സാധിക്കുമോ? ഇല്ല. രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ കഴിയും. എവിടെയോ ഫലസ്തീനിലോ ഇസ്രായേലിലോ ഒക്കെ യുദ്ധം ചെയ്യുന്നത് നമ്മളെന്തിനാണ് അവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന അത്ര രാഷ്ട്രീയവാദിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ എവിടെയെങ്കിലും അദ്ദേഹം രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിന് കോമാളി എന്ന് വിളിച്ചതിനെക്കുറിച്ച് അദ്ദേഹം കൊണ്ട് മറുപടി പോലും അത് സമരം ചെയ്താൽ കിട്ടുന്ന സംസ്കാരമല്ല എന്നാണ്. സമരം ചെയ്താൽ ഒരു സംസ്കാരം കിട്ടും. ആ സംസ്കാരത്തെക്കുറിച്ച് രമേഷ് പിഷാരടിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. സമരം ചെയ്താൽ സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോമാളികളിൽ നിർത്തുന്നത് ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്. അതൊരു സംസ്കാരമാണ്, അതൊരു രാഷ്ട്രീയ സംസ്കാരമാണ്. ഇങ്ങനെയല്ല, അരാഷ്ട്രീയം പറഞ്ഞല്ല തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടതെന്നാണ് ഡോക്ടർ തോമസ് ഐസക് പറയുന്നത്. അല്ലാതെ രമേഷ് പിഷാരടി കോമാളിയാണെന്ന് പറയുകയല്ല ചെയ്തത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പോലുള്ള സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം രമേഷ് പിഷാരടിക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ രമേഷ് പിഷാരടി നല്ല സ്ഥാനാർത്ഥി മോശം സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, അയാളൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ മണ്ഡലത്തിന് ആപ്റ്റാണോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ CPM-ന് ഈ ആരോപണം ഉന്നയിക്കാനുള്ള
സാധ്യത ഉണ്ടാക്കി കൊടുത്ത് കോൺഗ്രസ്സാണ് അവിടെ. നേരെ തിരിച്ച് CPM എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മുഖ്യ ശത്രു ആരാണ്? ഇപ്പോൾ BJP ഒരു അക്കൗണ്ട് തുറക്കുമോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് 2021 മറുപടി പിണറായിക്ക് ഇല്ല കുറിയും. ഇന്ന് അദ്ദേഹം തിരുവല്ലയിൽ വാർത്താസമ്മേളനം നടത്തി. ഞങ്ങൾ കോൺഗ്രസിനേക്കാൾ മികച്ച ഫാഷിസ്റ്റ് വിരുദ്ധരാണ് കേട്ടോ, ഞങ്ങൾ കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഉറപ്പില്ല. നിയമത്ത് അക്കൗണ്ട് പൂട്ടും എന്ന് പറഞ്ഞാൽ പിണറായി അല്ല എന്നുള്ളത് പത്തനംതിട്ടയിൽ കാണുന്നത്. പകരം എന്താണ് അദ്ദേഹം പറയുന്നത്? കോൺഗ്രസ് ആണ് BJPയുടെ B ടീം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മുന്നണികളും എന്താണ് ചെയ്യുന്നത്? അത് തന്നെ മറുപടിയായി പറഞ്ഞതുമാണ്. ഈ രണ്ട് മുന്നണികളും ഈ അജണ്ടയിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്തത്. ഇവിടെ ആരാണ് വിന്നർ? ആരാണ് BJPയുടെ ഡീലർ? അല്ലെങ്കിൽ ആരാണ് BJPയുടെ B ടീം എന്നാണ് തർക്കം. അപ്പോൾ ആരാ വിന്നർ? ആരാ? BJP ആണ്. അപ്പോൾ ഇപ്പോൾ അജണ്ട സെറ്റ് ചെയ്ത് ആർക്ക് അനുകൂലമായിട്ടാണ്? BJPക്ക് അനുകൂലമായിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് മുന്നണികളുടെയും വീഴ്ചയാണ്. അവർ ഈ BJP അത്ര വലിയ ഭീഷണിയായിട്ട് കാണുന്നില്ല എന്നൊരു മെസ്സേജാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്.